ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്ക് കല്ലെറിയുന്നത് പോലെ നിസ്സാരമാണ്. എന്നാൽ അത് കടലിൻ്റെ എത്ര ആഴങ്ങളിലേക്ക് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല, വേദനിക്കുന്ന ആളൊഴിച്ച്. ഉള്ളു തുറന്ന് അഭിപ്രായം പറയുന്നവർ എന്നും ജീവിതത്തിൽ ഒറ്റപ്പെടും. തേൻ പുരട്ടി നുണകൾ പറയുന്നവർ സ്വീകരിക്കപ്പെടും. അതാണ് ജീവിതം. മറ്റുള്ളവർക്ക് മനസ്സിൽ വലിയ സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവരിൽ നിന്നും ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത്. അർഹത ഉള്ളവരെ മാത്രം സ്നേഹിക്കുക. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്: അറിവും ആത്മവിശ്വാസവും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ്. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാവില്ല. മൗനമാണ് കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെ പറ്റിയുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ്. വലിയ പരാജയങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. അന്ധകാരത്തിന് ഇരുട്ടിനെ പുറന്തള്ളാൻ കഴിയില്ല. വെളിച്ചത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. വെറുപ്പിന് വിദ്വേഷത്തെ പുറത്താക്കാൻ കഴിയില്ല. സ്നേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. നമുക്ക് നാം മാത്രമാണ് ഉള്ളതെന്ന് സ്വയം തിരിച്ചറിയുക. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കണം. കാരണം നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനം നൽകാനും ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണ് അയാളോട് ബഹുമാനത്തോടെ സംസാരിക്കുക എന്നത്. നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി മാത്രം സംസാരിക്കുകയും ചെയ്യുക. അതിൽ സമാധാനമുണ്ടാകും. നാണയങ്ങൾ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്നു, പക്ഷെ നോട്ടുകൾ എപ്പോഴും നിശബ്ദമാണ്. നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ സ്വയം നിശബ്ദത പാലിക്കുക. പിന്നിൽ നിന്ന് കുത്തുന്നവരോട് നന്ദി പറയുക, നമ്മൾ അവരുടെ മുന്നിൽ തന്നെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചതിന്.